അതിന്റെ സംഘാടകരെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ചേർത്തുകൊണ്ട് പറഞ്ഞത്രേ, നിങ്ങൾക്ക് ഈ സമ്മേളനം നടത്താനുള്ള അനുമതി ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അവിടെ വലിയ സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സമ്മേളനത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സംഘർഷ സാധ്യതയുള്ളതിനാൽ ആ സമ്മേളനം നടത്താൻ നിങ്ങൾക്ക് അനുമതിയില്ല എന്ന് പറഞ്ഞ് രേഖാമൂലം നോട്ടീസ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വൈകുന്നേരം 3 മണിയാകുമ്പോഴേക്ക് സമ്മേളനം നടത്തുന്നില്ല എന്ന് ഇവിടെ രേഖാമൂലം ഉറപ്പ് തന്നിട്ടില്ലെങ്കിൽ ഇന്ന് അതുമായി ബന്ധപ്പെടുന്ന എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ തടയുകയും മൈക്ക് സെറ്റ് പിടിച്ചെടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കെതിരെ കേസ് ചാർജ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പൊതുവെ പുറത്താർക്കും അറിയാത്ത ഒരു ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠനം പൂർത്തീകരിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഇങ്ങനെയൊരു പ്രതിഷേധ സമ്മേളനം നടക്കുന്നു എന്നറിഞ്ഞപ്പോഴേക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും സംഘടനാ ചാനലുകളിലുമൊക്കെ ഓരോരുത്തരും സ്വയം അതിൻ്റെ പ്രചാരണം ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കണമെന്ന് സ്വയം തീരുമാനിച്ചുകൊണ്ടാണ് ഈ കൂടിയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഈ സമ്മേളനം ഇവിടെ നിന്നും ലൈവിലൂടെയും മറ്റു വഴികളിലൂടെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സമ്മേളനത്തിൽ ആര് പ്രസംഗിക്കുമെന്ന് ഈ സമ്മേളനം തുടങ്ങുന്നതുവരെ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. കാരണം ഏതെങ്കിലും വ്യക്തികളെ കണ്ടുകൊണ്ടോ ഏതെങ്കിലും ആളുകളുടെ പ്രസംഗം കേൾക്കാൻ പ്രത്യേകം താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടോ അല്ല, അതിനേക്കാൾ അപ്പുറം നമ്മളെല്ലാവരെയും വേദനിപ്പിച്ച ഒരു സംഭവത്തിലുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുക എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് ഇങ്ങനൊരു സമ്മേളനത്തെ വിളിച്ചു ചേർക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ സമ്മേളനം വലിയ ഒരു സന്ദേശമാണ് നൽകുന്നത്. ഈ സമ്മേളനത്തിന്റെ സമാപനത്തിൽ നിൽക്കുമ്പോഴും പിരിഞ്ഞു പോകാതെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ അവശേഷിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ കൂടിയിട്ടുള്ള ആളുകളെല്ലാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനുയായികളാണ്. ആ പ്രസ്ഥാനത്തിനു വേണ്ടി വിവിധ പ്രദേശങ്ങളിൽ ആത്മാർത്ഥമായി അധ്വാനിക്കുന്ന പ്രവർത്തകന്മാരും നേതാക്കന്മാരുമാണ്. എന്തെങ്കിലും ദുർവാശി കൊണ്ടോ പ്രതികാര നടപടി കൊണ്ടോ ഇത്തരത്തിലുള്ള വലിയൊരു ജനവിഭാഗത്തെ ശത്രുപക്ഷത്തേക്ക് മാറ്റി നിർത്തേണ്ടതുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തേണ്ട സന്ദർഭമാണ്. ഇവരാരും ആരുടെയും ശത്രുക്കളല്ല. ആദരണീയരായ പണ്ഡിതന്മാരെയും സാദാത്തുക്കളെയും ബഹുമാനിക്കാനും ആദരിക്കാനും കഴിഞ്ഞകാല പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കാനും ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാനും ഇപ്പോഴും സന്നദ്ധമായവരാണ്. പക്ഷേ അനാവശ്യമായി തെറ്റിദ്ധാരണകൾ പരത്തി, അനാവശ്യമായ വിവാദങ്ങളുണ്ടാക്കി, അനാവശ്യമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഓരോരുത്തരുടെയും മേലിൽ വൃത്തികെട്ട ഭാഷയിലുള്ള ചില ചാപ്പകൾ കുത്തിക്കൊണ്ട് ഇങ്ങനെ വിരുദ്ധ ചേരിയിലേക്ക് വീണ്ടും വീണ്ടും മാറ്റി നിർത്തുന്നത് ആർക്കാണ് ഗുണം ചെയ്യുക എന്ന് സ്വയം പരിശോധിക്കേണ്ടതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതുപോലുള്ള ഒരു സമ്മേളനം സംഘടിപ്പിക്കാനോ അതിൽ പങ്കെടുക്കാനോ ആഗ്രഹിച്ചവരല്ല നമ്മൾ ഓരോരുത്തരും. ഇതിന് നിമിത്തമായ ഒരു സംഭവം ഉണ്ടാകരുതേ എന്ന് ആഗ്രഹിച്ചവരാണ് ഓരോരുത്തരും. പക്ഷേ ദൗർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചു. നമ്മുടെ എല്ലാം
എല്ലാ അർത്ഥത്തിലും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിമാന സ്ഥാപനമായി പതിറ്റാണ്ടുകളായി തലയുയർത്തി നിൽക്കുന്ന ഒരു മഹാസംവിധാനം. അതിൽ നിന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗമായ ഒരു പരമോന്നതനായ പണ്ഡിതനെ വളരെ നിഷ്ഠൂരമായ വിധത്തിൽ പുകച്ചു പുറത്തു ചാടിക്കുന്ന വൃത്തികെട്ടൊരു സമീപനം സംഭവിച്ചിരിക്കുകയാണ്. അനുനയത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ഒരുപാട് മാർഗങ്ങൾ മുന്നിലുണ്ടായിരിക്കെ അതിനൊന്നും ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ പതിറ്റാണ്ടുകളോളം ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്ത് കഠിനാധ്വാനം ചെയ്ത് ദീനീ പ്രബോധന മേഖലയിലും ദീനീ വിജ്ഞാന പ്രചാരണ മേഖലയിലും അധ്വാനിച്ച, അതും ജാമിഅ നൂരിയ പോലെയുള്ള ഒരു മഹാസ്ഥാപനത്തിന്റെ വാക്കിഫിന്റെ കുടുംബാംഗമായ വന്യമയോധികനായ ഒരു പണ്ഡിതനോട് ഈ ക്രൂരകൃത്യം ചെയ്യുമ്പോ ഒരു നിമിഷം ആലോചിക്കാമായിരുന്നു. അദ്ദേഹത്തിന്റെ മേൽ ഇന്ന ഒരു തെറ്റ്, ഒരു കുറ്റം, ഒരു പാകപ്പിഴവ് സംഭവിച്ചു എന്ന് ഇന്നുവരെ കൃത്യമായി സ്ഥിരീകരിക്കാനോ ആരോപിക്കാനോ സാധിച്ചിട്ടില്ല. ഇനി ആരോപണം എന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വാദത്തിനു വേണ്ടി സമ്മതിച്ചാൽ ആ വ്യക്തിയെ വിളിച്ചു വരുത്താം, സംസാരിക്കാം, തെറ്റുകൾ തിരുത്താൻ സംവിധാനമുണ്ട്, സാഹചര്യമുണ്ട്. പ്രശ്നങ്ങളെല്ലാം രമ്യമായി പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത്തരം കാര്യങ്ങളൊക്കെ നിമിഷനേരം കൊണ്ട് നിർവഹിക്കാവുന്നതേയുള്ളായിരുന്നു. പക്ഷേ നമ്മളൊന്നും ഇഷ്ടപ്പെടാത്ത, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത, നമ്മളൊരിക്കലും ഒരു കാലത്തും പ്രതീക്ഷിക്കാത്ത സമീപനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ലാഭമാർക്കാണ്? ഇതിന്റെ ലാഭമാർക്കാണ്? ഇതിന്റെ നഷ്ടം ആർക്കാണ്? ഇതുകൊണ്ട് സംഭവിക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ് എന്ന് എല്ലാ ബന്ധപ്പെട്ട ആളുകളും ചിന്തിക്കണമെന്ന് വളരെ വിനയപൂർവ്വം ആമുഖമായി ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് ഇങ്ങനൊരു സമ്മേളനം സംഘടിപ്പിച്ചു. ആ സമ്മേളനവുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ സംഘടിപ്പിക്കുന്നൊരു സമ്മേളനം അവർ വലിയ ജനസ്വാധീനമുള്ളൊരു സംഘടനയല്ല, വലിയ സാമ്പത്തിക ശേഷിയുള്ള സംഘടനയല്ല, വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള മഹാസമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് പരിചിതമുള്ളവരല്ല. അവരെ, അതിന്റെ സംഘാടകരെ ഇന്നലെ രാവിലെ അറിഞ്ഞൊരു സംഭവം, അതിന്റെ സംഘാടകരെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ചേർത്തുകൊണ്ട് പറഞ്ഞത്രേ, നിങ്ങൾക്ക് ഈ സമ്മേളനം നടത്താനുള്ള അനുമതി ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അവിടെ വലിയ സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സമ്മേളനത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സംഘർഷ സാധ്യതയുള്ളതിനാൽ ആ സമ്മേളനം നടത്താൻ നിങ്ങൾക്ക് അനുമതിയില്ല എന്ന് പറഞ്ഞ് രേഖാമൂലം നോട്ടീസ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വൈകുന്നേരം 3 മണിയാകുമ്പോഴേക്ക് സമ്മേളനം നടത്തുന്നില്ല എന്ന് ഇവിടെ രേഖാമൂലം ഉറപ്പ് തന്നിട്ടില്ലെങ്കിൽ ഇന്ന് അതുമായി ബന്ധപ്പെടുന്ന എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ തടയുകയും മൈക്ക് സെറ്റ് പിടിച്ചെടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കെതിരെ കേസ് ചാർജ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. നമുക്കതിനെ മറികടക്കാനുള്ള സ്വാധീനങ്ങളോ സംവിധാനങ്ങളോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇതൊന്നും ഒരു വെള്ളരിക്കാ പട്ടണമല്ല. സ്വാഭാവികമായും നീതിബോധവും ന്യായവും തിരിച്ചറിയാൻ കഴിയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും നാട്ടിലെ പ്രമുഖരുമൊക്കെ ഈ നാട്ടിലുണ്ട് എന്ന് എല്ലാവരും തിരിച്ചറിയണം. ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുള്ള ഒരു മഹാപണ്ഡിതനോട് ഇത്തരത്തിലൊരു ക്രൂരത ചെയ്തിട്ട് നിയമവിധേയമായി ജനാധിപത്യ മാർഗത്തിലൂടെ പ്രതിഷേധിക്കാൻ രംഗത്ത് വരുമ്പോ അവരെങ്ങനെ മൂക്കിൽ വലിച്ചു കയറ്റാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കുന്ന സാഹചര്യത്തിലല്ല. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനുയായികളും പ്രവർത്തകരും അതിനെല്ലാം മറികടക്കാൻ മാത്രം ശക്തരാണെന്ന് ഈ സമ്മേളനം വിളിച്ചോതുകയാണ്. ഞാൻ ദീർഘമായിട്ട്